ഓച്ചിറയിൽ നിന്ന് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർക്കെതിരെ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. പോലീസ് ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പെൺകുട്ടിയും റോഷനും ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനെ തുടർന്ന് പോലീസ് ബാംഗ്ലൂരിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ കണ്ടെത്തും എന്ന് പോലീസിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി റോഷൻ, തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച അനന്തു, ബിബിൻ, പ്യാരി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോക്സോ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജുവനൈൽ ആക്ടും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതികളെ എറണാകുളത്തെത്തിച്ച് തെളിവെടുത്തു. പെൺകുട്ടിയെയും കൊണ്ട് പ്രതി ബാംഗ്ലൂരിലേക്ക് എത്തിയതായും പോലീസിന് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ബാംഗ്ലൂർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ഉടൻ തന്നെ പെൺകുട്ടിയെയും റോഷനെയും കണ്ടെത്താനാകും എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി മുഖ്യപ്രതിക്കൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യപ്രതിക്കൊപ്പം പെൺകുട്ടി സ്വമേധയാ ബാംഗ്ലൂരിലേക്ക് പോയതായി സംശയിക്കുന്നതായാണ് കേസ് അന്വേഷിക്കുന്ന കരുനാഗപ്പള്ളി SP വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് ഓച്ചിറയിൽ താമസിച്ച് പ്രതിമ നിർമ്മിച്ചു വിൽക്കുന്ന രാജസ്ഥാനി കുടുംബത്തിലെ 13 വയസ്സുകാരിയെ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷമായിരുന്നു സംഘം പെൺകുട്ടിയുമായി കടന്നു കളഞ്ഞത്. സംഘത്തിലുണ്ടായിരുന്ന ബിബിൻ, അനന്തു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇരുവരും പെൺകുട്ടിക്കും റോഷനുമൊപ്പം എറണാകുളം വരെ സഞ്ചരിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട്. ശേഷം റോഷൻ പെൺകുട്ടിക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ യാത്ര തിരിക്കുകയായിരുന്നു. ഈ വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകലാണ് നടന്നിരിക്കുന്നതെന്ന് പറയാനാകില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പ്രധാന പ്രതിയും പെൺകുട്ടിയും ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ 2 പേരും ഇവർക്കൊപ്പം എറണാകുളം വരെ പോയി തിരിച്ചു വന്നവരാണ്. ഇവർക്കെതിരെയും റോഷനെതിരെയുമാണ് ഇപ്പോൾ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലായിരുന്നുവെങ്കിൽ ഈ സംഘം മുഴുവൻ അവർക്കൊപ്പം പോകേണ്ടതല്ലേ എന്നാണ് SP ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളം കാലമായി പെൺകുട്ടിയുടെ കുടുംബത്തിന് ഓച്ചിറയിൽ നേരിടേണ്ടി വന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇത് യുവാക്കളിൽ നിന്ന് നേരത്തെയും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. കാണാതായ പെൺകുട്ടിയെ നേരത്തെയും ഇതേ യുവാവ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അന്ന് നാട്ടുകാർ ഇടപെട്ടാണ് പെൺകുട്ടിയെ തിരികെ എത്തിച്ച് വിഷയം ഒത്തുതീർപ്പാക്കിയത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഇത് പറയുന്നുണ്ട്. 5 പെൺമക്കൾക്കൊപ്പം അടച്ചുറപ്പില്ലാത്ത വാടക വീട്ടിൽ താമസിച്ചു പോന്നിരുന്ന കുടുംബത്തിന്റെ പക്കൽ നിന്നും 8 മാസക്കാലം മുൻപ് ഓട് പൊളിച്ച് 25,000 രൂപ കവർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിറകിലും ഇതേ സംഘമാണെന്ന സംശയമാണ് ഇവർക്കുള്ളത്. പ്രദേശവാസികൾ ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരെ ഭയന്ന 5 പെൺകുട്ടികളുടെയും മുടി മുറിച്ച് ആൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിച്ചാണ് ഇവർ വളർത്തിയതെന്നും സമീപവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.